ഹലോ ഗായ്സ്, വെൽക്കം ടു ഇമ്പൾസ്. സോ നമ്മൾ നോക്കാൻ പോകുന്ന ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് ആണ്. ഒരു എളുപ്പമുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെ അത്ര വലിയ ടഫ് ഒന്നുമല്ല. സോ മേജർ ടോപ്പിക് ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് തന്നെയാണ്. നമ്മൾ എന്താണ് ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ്, നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഇനി അങ്ങോട്ട് നിങ്ങളുടെ എല്ലാത്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ ആയിരിക്കും കേട്ടോ. ഇതിന്റെ ഫർദർലി ഉള്ളത് നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ പഠിക്കും. എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ എന്താണ് ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ്? നമ്മുടെ കയ്യിൽ ഒരു മരുന്ന് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു കെമിക്കൽ കോമ്പൗണ്ട് കിട്ടുമ്പോൾ അത് പ്യുവർ ആണോ, ക്വാളിറ്റി ഉള്ളതാണോ, സ്പെസിഫിക് ക്വാണ്ടിറ്റി ഉള്ളതാണോ, അതിനെന്തെങ്കിലും ഇമ്പ്യൂരിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയേണ്ടത് എല്ലാവരുടെ അവകാശമാണ്. എല്ലാവർക്കും അത് അറിയാൻ ആവശ്യപ്പെടുന്ന കാര്യമാണ്. കാര്യം എന്തുകൊണ്ടാണ്? എപ്പോഴും ബെസ്റ്റ് ഓഫ് ദി ചോയ്സ് ആണ് നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ പ്യുവർലി കെമിസ്ട്രി ബ്രാഞ്ച് തന്നെയാണ്. പക്ഷേ നമ്മൾ ഇവിടെ കൂടുതലായിട്ട് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ആണ് കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. എന്താണ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്? ഇനി എന്തിനാണ് ഈ അനലിറ്റിക്കൽ പ്രൊസീജിയർ ചെയ്യുന്നത്? പ്യൂരിറ്റി, ക്വാളിറ്റി, സേഫ്റ്റി ഒക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്തിൻ്റെ? ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ്. സോ നമ്മുടെ കയ്യിലുള്ള മരുന്നായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽസ് ആയിക്കോട്ടെ, വാട്ട് എവർ വി ആർ യൂസിങ് ഫോർ ഫാർമസ്യൂട്ടിക്കൽസ്, നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന എല്ലാ സംഭവങ്ങളുടെയും ക്വാളിറ്റി, പ്യൂരിറ്റി, സേഫ്റ്റി ഒക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി ചെയ്യുന്നത്. സോ ഇതിനകത്ത് തന്നെ ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും അനാലിസിസ് ഉണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ അനലിറ്റിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്നത്? ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന രീതിയിൽ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇനി എന്തിനു വേണ്ടി നമ്മളിങ്ങനെ ക്ലാസിഫൈ ചെയ്യേണ്ട ആവശ്യം? ഐഡന്റിഫിക്കേഷൻ, ഡിറ്റർമിനേഷൻ, ക്വാണ്ടിറ്റേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ. നിങ്ങളൊരു മന്തി ഓർഡർ ചെയ്യുമ്പം നിങ്ങളുടെ കയ്യിൽ കിട്ടിയത് മന്തി തന്നെയാണോ, അല്ലെങ്കിൽ അത് നല്ല മന്തിയാണോ, ക്വാണ്ടിറ്റി ഉണ്ടോ, അതിലെന്തെങ്കിലും ഇമ്പ്യൂരിറ്റി ഉണ്ടോ എന്നറിയേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. അതുപോലെ തന്നെ കേട്ടോ. സോ ഇത് സ്കോപ്പ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് ആണ്. നിങ്ങൾ വായിച്ചാൽ മതി. കരിയർ റിക്വയർമെന്റ് ലൈക്ക് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, മാത്സിൻ്റെ ഒക്കെ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ അനാലിസിനുണ്ട്. ആൻഡ് ഇമ്പോർട്ടൻസ് ഇൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്, ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്കൊരു സിഗ്നിഫിക്കൻറ്റ് കാര്യം തന്നെയാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് കംപ്ലൈൻസ് വിത്ത് സ്റ്റാൻഡേർഡ്. നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ പ്രൊഡക്ട്സും അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന എല്ലാത്തിനും നല്ല ക്വാളിറ്റി നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവും. ലാസ്റ്റ് ഒരു ഫൗണ്ടേഷൻ കിട്ടും, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് അല്ലെങ്കിൽ എന്തിനാ പഠിക്കുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് അപ്പൊ തന്നെ ഒരു ഐഡിയ കിട്ടും. സോ ടെക്നിക്സ് ഇൻ ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞു, അനാലിസിസ് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവുമാണ് ക്വാണ്ടിറ്റേറ്റീവുമാണ്. സോ ക്വാളിറ്റേറ്റീവ് എന്താണ്? സോ ഇവിടെ നമ്മൾ ഐഡന്റിഫിക്കേഷൻ ഓഫ് എ കോമ്പൗണ്ട് ഇൻ എ സാമ്പിൾ. മന്തിയിൽ മന്തി റൈസ് തന്നെയാണോ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് പറയുന്ന പോലെ, ഒന്നെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. പ്രസൻസ് ഓർ ആബ്സെൻസ് ആണ് നമ്മളിവിടെ പറയേണ്ടാവുക. സോ എക്സാമ്പിൾ കളർ റിയാക്ഷൻ ടെസ്റ്റ്, ഇപ്പൊ ലൈക്ക് ടെസ്റ്റ് ഫോർ അയോൺസ് അല്ലെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഒക്കെ നമുക്ക് ഒരു കോമ്പൗണ്ട് അറിയണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് ആണ് കളർ ടെസ്റ്റ്. ഇനി ലിമിറ്റ് ടെസ്റ്റ് ആണ്. നമ്മൾ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റുകളാണ് ലിമിറ്റ് ടെസ്റ്റ്. അതൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ. നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രിയിലൊക്കെ നിങ്ങൾ പഠിക്കും. സോ നെക്സ്റ്റ് വൺ ഇസ് മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഡിറ്റർമിനേഷൻ. സോ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും അറിയുന്ന ടെസ്റ്റുകൾ ഉണ്ടാകും. ആൻഡ് പ്രെസിപ്പിറ്റേഷൻ, ഫോർമേഷൻ ഓഫ് കോമ്പൗണ്ട് ഐഡന്റിഫിക്കേഷൻ. ചില കോമ്പൗണ്ട്സുകൾ പ്രെസിപ്പിറ്റേറ്റ്സ് ഫോം ചെയ്യും, അതറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് പ്രെസിപ്പിറ്റേറ്റ് ഫോർമേഷൻ. സോ നെക്സ്റ്റ് വൺ ഇസ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. അപ്പോൾ ക്വാളിറ്റി മനസ്സിലായി, ഐഡന്റിഫിക്കേഷൻ ഞാൻ പറഞ്ഞല്ലേ. അപ്പോൾ ക്വാളിറ്റി ആണെങ്കിലോ, സോറി ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിലോ, എമൗണ്ട് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ എത്രയുണ്ട് അല്ലെങ്കിൽ എത്ര കോൺസെൻട്രേഷൻ അത് അവൈലബിൾ ആണ്, ആ സാമ്പിൾ അവൈലബിൾ ആണെന്ന് പറയുന്നതാണ് എന്ത്, ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞത്. അപ്പോൾ ക്വാളിറ്റേറ്റീവും ഉണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്, തിരിഞ്ഞു പോകരുത്. സോ ക്വാണ്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ ഓർ കെമിക്കൽ പ്രോപ്പർട്ടീസ് വെച്ചിട്ടായിരിക്കും. എന്താണ്? ഫിസിക്കൽ ഓർ കെമിക്കൽ പ്രോപ്പർട്ടി വെച്ചായിരിക്കും. ഇനി ഈ ക്വാളിറ്റേറ്റീവ് സ്റ്റഡീസിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ കെമിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫർദർലി കെമിക്കൽ മെത്തേഡ്, ഫിസിക്കൽ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീണ്ടും ഫർദർലി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മൾ എന്ത് പറയാൻ പോകുന്നത്, കെമിക്കൽ മെത്തേഡ്. അതിൽ വോളിമെട്രിക് അനാലിസിസ് ആണ്. എന്താണ് വോളിമെട്രിക് അനാലിസിസ്? മെഷർ ഓഫ് ദ വോളിയം ഓഫ് സൊല്യൂഷൻ റിയാക്ടിങ് കെമിക്കലി. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, മെഷർ ചെയ്യാണ് എന്തിന്റെ, വോളിയം ഓഫ് സൊല്യൂഷൻ റിയാക്ടിങ് കെമിക്കലി. സോ ഇവിടെ എത്രത്തോളം വോളിയം ഓഫ് സൊല്യൂഷൻ കെമിക്കലി റിയാക്ട് ചെയ്യുന്നു എന്നതിന്റെ അളവ് വെച്ച് നമ്മൾ നോക്കുന്നതിന് നമ്മൾ എന്ത് പറയാ, വോളിമെട്രിക് അനാലിസിസ്. നമ്മൾ ഇതൊക്കെ പഠിക്കും കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് ബേസിക് ഫൗണ്ടേഷൻ ആണ്. നെക്സ്റ്റ് വൺ ഇസ് ഗ്രാവിമെട്രി ആണ്. ഗ്രാവിമെട്രി ദാറ്റ് മീൻസ് ഗ്രാവിറ്റി അല്ല, അപ്പം എന്താണ്, ബേസ്ഡ് ഓൺ വെയിറ്റ് ഓഫ് എ സബ്സ്റ്റൻസ്, വെയിറ്റ് ആണ് നോക്കുന്നത് അല്ലേ. സോ നെക്സ്റ്റ് വൺ ഇസ് ഗ്യാസോമെട്രി. സോ ഇവിടെ എന്താണ്, ഗ്യാസ് ആണല്ലേ. അപ്പൊ ഒന്നെങ്കിൽ അവിടെ ഗ്യാസ് ഇവോൾവ്
സോൾവ് ചെയ്യുന്നത് മെഷർ ചെയ്യുക, അല്ലെങ്കിൽ എത്രത്തോളം ഗ്യാസ് റിയാക്ഷനിൽ കൺസ്യൂം ചെയ്തു എന്നറിയുന്ന ടെസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ഗ്യാസോമെട്രിക് അനാലിസിസ് എന്ന് പറയുക. അപ്പോൾ വോളിമെട്രിക്, ഗ്രാവിമെട്രിക് ആൻഡ് ഗ്യാസോമെട്രിക് തീർന്നിട്ടില്ല, ഇനിയുമുണ്ട്. ഇനി ഫിസിക്കോ കെമിക്കൽ മെത്തേഡ്, സോ ഇൻസ്ട്രുമെന്റൽ മെത്തേഡ് എന്ന് പറയും. സോ നമുക്ക് ഡിഫറെന്റ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, സ്പെക്ട്രോസ്കോപ്പി, ക്രൊമാറ്റോഗ്രഫി, പൊട്ടൻഷ്യോമെട്രി, അങ്ങനെ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടതാണ് എന്ത്, നമ്മൾ ഈ ഒരു ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്. സോ നെക്സ്റ്റ് വൺ ഇസ് മൈക്രോബയോളജിക്കൽ മെത്തേഡ് ആണ്. ഇവിടെ നമ്മൾ ആന്റിബയോട്ടിക്കിന്റെ ആക്ടിവിറ്റി ചെക്ക് ചെയ്യും. നമ്മൾ നിങ്ങളൊക്കെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും കേട്ടോ, എങ്ങനെയാണ് ആന്റിബയോട്ടിക്കിന്റെ ആക്ടിവിറ്റി ചെക്ക് ചെയ്യുക. സോ ഒരു പെട്രി ഡിഷ് എടുക്കുന്നു, അതിൽ നമ്മളൊരു ന്യൂട്രിയൻ മീഡിയം ഒഴിക്കുന്നു, അതിലേക്ക് നമ്മൾ ഒരു ബാക്ടീരിയ കൾച്ചർ ഉണ്ടാക്കി വെക്കുന്നു. എന്നിട്ട് നമ്മൾ ആന്റിബയോട്ടിക് പ്ലേസ് ചെയ്യുമ്പം ഈ ആന്റിബയോട്ടിക്കിന് ചുറ്റും എന്തില്ല, ഈ ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം വളരില്ല. ദാറ്റ് മീൻസ് അത് നമ്മൾ ആന്റിബയോട്ടിക്കിന്റെ എത്രത്തോളം അത് എഫക്റ്റീവ് ആണ്, അല്ലെങ്കിൽ ആന്റിബയോട്ടിക് എഫക്റ്റീവ് ആണോ അല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന രീതിയാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ബയോളജിക്കൽ മെത്തേഡ് ആണ്. സോ നമ്മൾ നോർമൽ ഉണ്ടാവുന്ന ബയോളജിക്കൽ സിസ്റ്റം, ആനിമൽ അല്ലെങ്കിൽ ടിഷ്യൂ മോഡൽസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഡ്രഗ്സിനൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ബയോളജിക്കൽ മെത്തേഡ്. ഭയങ്കര സിമ്പിൾ അല്ലേ, എളുപ്പമാണ് അല്ലേ, അപ്പോൾ ഒന്നുമില്ല, ഇന്ന് ജസ്റ്റ് വായിച്ചു വെക്കാം. സോ നെക്സ്റ്റ് വൺ ഈസ് ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് ടെക്നിക്കിൽ ഫസ്റ്റ് വൺ ഈസ് കെമിക്കൽ മെത്തേഡ് ആണ്. ഞാൻ കെമിക്കൽ മെത്തേഡിൽ വോളിമെട്രിക് പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞത്, മെഷറിംഗ് ദ വോളിയം ഓഫ് എ സൊല്യൂഷൻ ഞാൻ പറഞ്ഞല്ലേ. സോ അപ്പോൾ ഇത് സെയിം തന്നെയാണ്, മെഷറിംഗ് ദ വോളിയം ഓഫ് എ സൊല്യൂഷൻ ഓഫ് നോൺ സ്ട്രെങ്ത് റിക്വയർഡ് ടു റിയാക്ട് കംപ്ലീറ്റ്ലി വിത്ത് അൺലേറ്റ്. അപ്പം ആദ്യം നിങ്ങൾ അറിയേണ്ടത് എന്താണ് ടൈട്രൻറ്റ്, എന്താണ് ടൈട്രേറ്റ് എന്ന് അറിയണം. സോ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ +1ലും +2ലും ഒക്കെ നിങ്ങൾ ടൈട്രൻറ്റും ടൈട്രേറ്റും ഒക്കെ പഠിക്കുന്നതാണ് അല്ലേ. അപ്പം നമ്മൾ ബ്യൂററ്റിനകത്ത് എടുക്കുന്ന സാധനത്തിൻ്റെ പേരെന്താണ്, ടൈട്രൻറ്റ് ആണ് അല്ലേ, ടൈട്രൻറ്റ്. അത് നമുക്ക് സ്ട്രെങ്ത് അറിയാം, അതിൻ്റെ അളവും കാര്യങ്ങളും നമുക്കറിയാം. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താണ്, ഈ ഒരു നമ്മുടെ താഴെയുള്ള കോണിക്കൽ ഫ്ലാസ്കിൽ എടുക്കുന്ന സാധനം എന്താണ്, അതാണ് ടൈട്രേറ്റ് അല്ലെങ്കിൽ അൺലേറ്റ് എന്ന് പറയുക. സോ അതുമായിട്ടാണ് നമ്മൾ ഈ ടൈട്രേറ്റും നമ്മൾ റിയാക്ഷൻ നടത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലാസ്റ്റ് എൻഡ് പോയിന്റ് കാണുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് വോളിമെട്രിക് മെത്തേഡിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ. അപ്പം അറിയാവുന്ന സൊല്യൂഷൻ അല്ലെങ്കിൽ നോൺ സ്ട്രെങ്ത് ഓഫ് സൊല്യൂഷൻ ഈസ് കോൾഡ് എസ് ടൈട്രൻറ്റും ആൻഡ് റിക്വയർഡ് ടു റിയാക്ട് കംപ്ലീറ്റ്ലി വിത്ത് അൺലേറ്റ് ഈസ് ടൈട്രേറ്റും ആണ് കേട്ടോ, മറന്നു പോകരുത്. ദ ക്വാണ്ടിറ്റി ഓഫ് ദ അൺലേറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ ദ മെഷേർഡ് വോളിയം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ അൺലേറ്റ് നമ്മൾ മെഷേർഡ് വോളിയം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്യുകയാണ് നമ്മൾ നോർമലി ചെയ്യുക. സോ ടൈപ്പ് ഓഫ് വോളിമെട്രിക് മെത്തേഡ്സ് തന്നെ പലതരത്തിലുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ന്യൂട്രലൈസേഷൻ ടൈട്രേഷൻ. എന്താണ് ന്യൂട്രലൈസേഷൻ ടൈട്രേഷൻ? സോ എന്താ ഈ ന്യൂട്രലൈസേഷൻ ടൈട്രേഷൻ? ഇവിടെ നമ്മൾ ആസിഡ് ബേസ് റിയാക്ഷൻ ആണ് നോക്കുന്നത്. എന്താണ് ആസിഡ് ബേസ് റിയാക്ഷൻ ആണ് നോക്കുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് എന്താണ്, പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻ ആണ്. എന്താണ് പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻ ആണ്. സോ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇൻസോലബിൾ പ്രസിപ്പിറ്റേറ്റ്സ് ഫോം ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു, ഇൻസോലബിൾ പ്രസിപ്പിറ്റേറ്റ്സ്, അത് പൊങ്ങി വരും കേട്ടോ, പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് വരുവാണ് ചെയ്യുക. നെക്സ്റ്റ് വൺ ഈസ് കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ ആണ്. ഇവിടെ കോംപ്ലക്സുകൾ ഫോം ചെയ്യും, സ്റ്റേബിൾ ആയിട്ടുള്ള കോംപ്ലക്സുകൾ ഫോം ചെയ്യും. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഈ പാലിന്റെ പാടയിൽ പൊങ്ങിക്കിടന്നിട്ട് മേലൊരു മിൽക്ക് കോംപ്ലക്സ് ഫോം ചെയ്യില്ല, അതേപോലെ കോംപ്ലക്സ് ഫോം ചെയ്യും. സോ സ്റ്റേബിൾ ആയിരിക്കും. സോ ഫോമിങ് എ സ്റ്റേബിൾ കോംപ്ലക്സ് ബിറ്റ്വീൻ അൺലേറ്റ് ആൻഡ് ടൈട്രൻറ്റ്. സോ എക്സാമ്പിൾ EDT ടൈട്രേഷൻ. നെക്സ്റ്റ് വൺ ഈസ് നോൺ അക്വസ് ടൈട്രേഷൻ ആണ്. പെർഫോംഡ് ഇൻ നോൺ അക്വസ് മീഡിയ ഫോർ വീക്ക് ആസിഡ് ഓർ ബേസ്. സോ നമ്മുടെ കയ്യിൽ വീക്ക് ആസിഡ് ബേസ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നോൺ അക്വസ് മീഡിയ നമ്മൾ പെർഫോം ചെയ്യുന്ന രീതിയാണ് നോൺ അക്വസ്. പേര് പറഞ്ഞ പോലെ തന്നെ നോൺ അക്വസ് മീഡിയ ഫോർ എന്തിനു വേണ്ടി, വീക്ക് ആസിഡ് ഓർ ബേസ്. നെക്സ്റ്റ് വൺ ഈസ് ഓക്സിഡേഷൻ റിഡക്ഷൻ ടൈട്രേഷൻ ആണ്. നിങ്ങൾക്ക് ഓൾറെഡി +1 +2 പഠിക്കാറുണ്ട്. ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടക്കുന്ന റിയാക്ഷൻ എന്താ പറയുക, റിഡോക്സ് റിയാക്ഷൻ അല്ലേ. അപ്പം നമ്മൾ ഈ ഓക്സിഡേഷൻ റിഡക്ഷൻ ടൈട്രേഷൻ ബേസ്ഡ് ഓൺ റിഡോക്സ് റിയാക്ഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. അതും മറന്നു പോകരുത്, എളുപ്പമല്ലേ. ന്യൂട്രലൈസേഷൻ ആസിഡ് ബേസ് റിയാക്ഷൻ, പ്രസിപ്പിറ്റേഷൻ ഇൻസോലബിൾ പ്രസിപ്പിറ്റേറ്റ്, കോംപ്ലക്സോമെട്രിക് ആണെങ്കിൽ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു, സ്റ്റേബിൾ ആയിരിക്കും. നോൺ അക്വസ് ആണെങ്കിൽ നോൺ അക്വസ് മീഡിയ ഫോർ വീക്ക് ആസിഡ് ആൻഡ് ബേസ്, ആൻഡ് ഓക്സിഡേഷൻ ആണെങ്കിൽ റിഡോക്സ് റിയാക്ഷൻ. എളുപ്പമാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഗ്രാവിമെട്രിക്. ഞാൻ പറഞ്ഞ ഗ്രാവിറ്റി ആണ്, വെയിറ്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റേഷൻ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേഷൻ ഈസ് പെർഫോം ബേസ്ഡ് ഓൺ വെയിറ്റ് ഓഫ് ദ പ്യുവർ കോമ്പൗണ്ട് ഒബ്റ്റെയിൻ. കണ്ടോ, എത്രത്തോളം വെയിറ്റ് പ്യുവർ കോമ്പൗണ്ടിൽ എത്രത്തോളം നമുക്ക് വെയിറ്റ് കിട്ടുന്നു അറിയുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ ഈ ഒരു ക്വാണ്ടിറ്റേഷൻ ചെയ്യുന്നത്, നിങ്ങളുടെ കയ്യിൽ ഉപ്പ് വെള്ളം തരുന്നു, എന്നിട്ട് ഞാൻ പറയുവാണ് ഇതിൽ നിന്ന് ഉപ്പ് നിങ്ങൾ വേർതിരിക്കാൻ പറയുവാണ്. അപ്പോൾ നിങ്ങൾ ഉപ്പ് വേർതിരിച്ച് എത്ര ക്വാണ്ടിറ്റിയിൽ അത് ഉണ്ടായിരുന്നു, എത്ര
പ്യുവർ സബ്സ്റ്റൻസിൽ ഉണ്ടായിരുന്നു എന്നുള്ള അറിയുന്ന രീതിയാണ് ഈ ക്വാണ്ടിറ്റേഷൻ. സിമ്പിളായിട്ട് പറഞ്ഞതാണ്, ഇറ്റ് ഇൻവോൾവ് ഐസൊലേഷൻ ആൻഡ് ബീയിങ് എ കോമ്പൗണ്ട് ഇൻ ഇറ്റ്സ് പ്യുവർ ഫോം. കണ്ടോ, നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പുറത്തെടുത്തതിന് ശേഷം വേ ചെയ്ത് നമ്മൾ പ്യൂറസ്റ്റ് ഫോമിൽ മാറ്റുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ഗ്രാവിമെട്രിക് മെത്തേഡ്. സോ കോമൺ പ്രോസസ്സസ് ഫസ്റ്റ് വൺ ഇസ് precipitation. സോ ഇവിടെ എന്ത് ചെയ്യുന്നു, ഫോർമേഷൻ ആൻഡ് ഐസൊലേഷൻ ഓഫ് ആൻ ഇൻസോലബിൾ കോമ്പൗണ്ട്. സോ ഇൻസോലബിൾ ആയിട്ടുള്ള, സോലബിൾ ആകാത്ത ഇൻസോലബിൾ കോമ്പൗണ്ട്സ് ഐസൊലേറ്റ് ചെയ്യുന്നു. വോളറ്റൈലൈസേഷൻ, ക്വാണ്ടിഫൈങ് അൺലേറ്റ് ത്രൂ ഇറ്റ്സ് വോളറ്റൈൽ കോമ്പോണന്റ്. സോ ബേസിക്കലി വോളറ്റൈൽ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ടെമ്പറേച്ചറിൽ വെക്കുമ്പോൾ ഇത് നീരാവിയായി പോകുന്ന രീതിയാണ് നമ്മൾ വോളറ്റൈൽ കോമ്പൗണ്ട്സ് എന്ന് പറയാം. നമുക്കത് കൂടുതലായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്, നമുക്കിപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി മാത്രം വെച്ചാൽ മതി. ഇപ്പൊ നമ്മൾ സ്പിരിറ്റ് അല്ലെങ്കിൽ സർജിക്കൽ സ്പിരിറ്റ് ഒക്കെ എങ്ങനെയാണ്, വോളറ്റൈൽ കോമ്പൗണ്ട്സ് ആണ്. അപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന, ക്വാണ്ടിഫൈ ചെയ്യുന്നത് വോളറ്റൈൽ കോമ്പൗണ്ട്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. സോ അഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ ഹൈലി ആക്യുറേറ്റ് ആണ്, ഇമ്പ്യൂരിറ്റി അനാലിസിനൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഡിസഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ ടൈം കൺസ്യൂമിംഗ് ആണ്, ഭയങ്കരമായിട്ട് സമയം എടുക്കും കേട്ടോ. ഇവിടെ നോക്കിയേ, നമ്മൾ വേ ദ സാമ്പിൾ ടു ബി അനലൈസ്, നമ്മൾ വേ ചെയ്യുന്നു, നമുക്ക് ഏത് സാമ്പിളാണോ അനലൈസ് ചെയ്യേണ്ടത് നമ്മളത് വേ ചെയ്യുന്നു. ഇപ്പോൾ എക്സാമ്പിൾ ഉപ്പാണ് എടുക്കുന്നതെങ്കിൽ ഉപ്പ് നമ്മൾ വെയിറ്റ് എടുക്കുന്നു, അത് നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ സ്യൂട്ടബിൾ കെമിക്കലൊക്കെ ഒഴിച്ചതിന് ശേഷം പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും, സാൾട്ടിനെ നിന്ന് പ്രസിപ്പിറ്റേറ്റ് ആക്കി എടുക്കുന്നു, അതിനുശേഷം ഫിൽട്ടർ ചെയ്ത് കളക്ട് ചെയ്ത് പിന്നെ ഡ്രൈ ചെയ്ത് വേ ചെയ്യുന്നു. ഈ രീതിയിലാണ് കേട്ടോ. നമ്മുടെ കയ്യിലുള്ളത് പ്യുവർ സാധനം തന്നെയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പൊ ചില സബ്സ്റ്റൻസ് ഈ വോളറ്റൈൽ ലിക്വിഡുമായിട്ട് മിക്സ് ആകും. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ വോളറ്റൈൽ ലിക്വിഡ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യുന്നു, വോളറ്റൈൽ ലിക്വിഡിനെ മാറ്റിയതിന് ശേഷം ഈ ലിക്വിഡിനെ നമ്മൾ ഇവാപ്പറേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുന്നു, ബാക്കിൽ എന്ത് ചെയ്യുന്നു, ഈ സാധനം റെസിഡ്യൂ ആയിട്ട് കിടക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ടെക്നിക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും. ഇപ്പോൾ ഇത്ര മനസ്സിലാക്കി വെച്ചാൽ മതിയാവും. സോ നെക്സ്റ്റ് വൺ ഈസ് ഇൻസ്ട്രുമെന്റ് മെത്തേഡ് ആണ്. ഞാൻ പറഞ്ഞതുപോലെ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്നു, സ്പെക്ട്രോസ്കോപ്പി അങ്ങനെയൊക്കെയാണ്. സോ കുറച്ച് ഫിസിക്കൽ പ്രോപ്പർട്ടീസും ഇൻസ്ട്രുമെന്റ്സും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ മതി. ഇലക്ട്രിക് കണ്ടൻസ് ആണെങ്കിൽ കണ്ടക്ടോമെട്രി, ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ആണെങ്കിൽ പൊട്ടൻഷ്യോമെട്രി, സോ റേഡിയേഷൻ ഓഫ് അബ്സോർപ്ഷൻ ആണെങ്കിൽ സ്പെക്ട്രോസ്കോപ്പി, അങ്ങനെ കളറിമെട്രി ഒക്കെ ഉണ്ട്. സോ 2-3 എക്സാമ്പിൾ മാത്രം പഠിച്ചു വെക്കുക, എല്ലാം കൂടെ വരി പഠിക്കാൻ നിൽക്കണ്ട കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് മൈക്രോബയോളജിക്കൽ മെത്തേഡ്. ഞാൻ ഇത് പറഞ്ഞതുപോലെ ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കുവാണ്, സൂട്ടബിൾ മെത്തേഡ് വെച്ചിട്ട് ആന്റിബയോട്ടിക്സിന്റെ ഒക്കെ യൂട്ടിലൈസേഷൻ അറിയുവാണ് ചെയ്യുന്നത്. ഇൻഹിബിഷൻ നോക്കും, സോൺ ഓഫ് ഇൻഹിബിഷൻ നമ്മൾ പറയും. നേരത്തെ പറഞ്ഞതുപോലെ പെറ്റ് ഡിഷിനകത്ത് നമ്മൾ ആന്റിബയോട്ടിക് പ്ലേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുവാണ് എവിടെയൊക്കെ കുറഞ്ഞു എന്നുള്ളതാണ്. സോ നമ്മൾ പ്രോസസ്സിൽ ഫസ്റ്റ് വൺ ഇസ് കൾച്ചറാണ്. സോ ഗ്രോത്ത് ഇൻഹിബിഷൻ സ്റ്റഡീസ് യൂസിങ് സ്പെസിഫിക് ബാക്ടീരിയ. നമ്മൾ സ്പെസിഫിക് ആയ ബാക്ടീരിയയുടെ ഗ്രോത്ത് ഇൻഹിബിഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ നോക്കുന്ന രീതിയാണ്. നമുക്ക് ATP മെഷർമെന്റ് നടത്താം കേട്ടോ. മൈക്രോബിയൽ ആക്ടിവിറ്റി എപ്പോഴും ATP ക്വാണ്ടിറ്റേഷൻ വെച്ചിട്ടാണ്, അതായത് ATP പവർ ഹൗസ് ആണ്. സോ എത്രത്തോളം ATP അവൈലബിൾ ആണോ അത്രത്തോളം മൈക്രോബിയൽ ആക്ടിവിറ്റി നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്ന രീതിയാണ് ATP മെഷർമെന്റ് എന്ന് വെച്ചാൽ. ഇതൊന്നും അത്ര വലിയ സംഭവമൊന്നും അല്ല, ജസ്റ്റ് ഇപ്പം മനസ്സിലാക്കി വെക്കാം. സോ ഇവിടെ രണ്ടും ഞാൻ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, വായിച്ച് മാത്രം പോയാൽ മതി. പറ്റുവാണെങ്കിൽ പഠിക്കാം, ഇല്ലെങ്കിൽ വിട്ടേക്കാം. ജസ്റ്റ് കാര്യം മാത്രം മനസ്സിലാക്കി പോവാം. സോ നെക്സ്റ്റ് വൺ ഈസ് ഗ്യാസോമെട്രിക് ആണ്. ഞാൻ പറഞ്ഞു എത്രത്തോളം ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നു അല്ലെങ്കിൽ എത്രത്തോളം ഗ്യാസ് അബ്സോർബ് ചെയ്തു ഒരു കെമിക്കൽ റിയാക്ഷനിൽ ചെയ്തു എന്നറിയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഗ്യാസോമെട്രിക്. സോ നമ്മൾ ഇതിവിടെ മെഷർ ചെയ്യുവാണ് ചെയ്യുക. സോ ഇവിടെ എപ്പോഴും ടെമ്പറേച്ചറും പ്രഷറും സ്റ്റാൻഡേർഡ് കണ്ടീഷനിലായിരിക്കണം. എപ്പോഴും ഗ്യാസ് എന്നൊക്കെ പറയുമ്പോൾ ഗ്യാസിന്റെ കേസിലൊക്കെ ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ എപ്പോഴും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. എപ്പോഴും സ്റ്റാൻഡേർഡ് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇൻസ്ട്രുമെന്റ് ഗ്യാസ് ബ്യൂററ്റ്, നൈട്രോമീറ്റേഴ്സ് ഒക്കെയാണ് നോർമലി ഗ്യാസിന്റെ വോളിയം നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുള്ളത്. ഏതൊക്കെയാണ്, ഗ്യാസ് ബ്യൂററ്റ് ആൻഡ് നൈട്രോമീറ്റേഴ്സ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കണം. സോ ആപ്ലിക്കേഷൻ പറയുവാണെങ്കിൽ സൈക്ലോപ്രൊപ്പൈൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രോജൻ ഓക്സൈഡ്, ഓക്സിജൻ, നൈട്രോജൻ, എഥിലീൻ, ഹീലിയം പോലുള്ള ഗ്യാസിനൊക്കെ നമുക്ക് അനാലിസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രീതിയാണ് എന്ത്, ഗ്യാസോമെട്രിക് മെത്തേഡ് എന്ന് വെച്ചാൽ. എളുപ്പമല്ല, ഇത് നമ്മൾ ഓൾറെഡി ആദ്യമേ പറഞ്ഞു, അതുകൊണ്ടാണ് നമുക്ക് ഇച്ചിരി ഇത് കേൾക്കുമ്പോൾ ഇപ്പോൾ എളുപ്പമായിട്ട് തോന്നുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ബയോളജിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ബയോസി ആണ്. ഇത് പ്യുവർലി ഒരു ഫാർമക്കോളജിക്കൽ മെത്തേഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. സോ ഇവിടെ നമ്മൾ ബയോളജിക്കൽ എഫക്ട്, നമ്മുടെ ലിവിങ് സിസ്റ്റത്തിൽ നിങ്ങൾ ഓൾറെഡി ഫോർത്ത് സെമ്മിലൊക്കെ ആവുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഫോർത്ത് സെം സബ്ജക്റ്റിലാവുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. ഈ ഫാർമക്കോളജിക്കലി നമുക്ക് ബയോളജി ക്ലാസ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, സിലബസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് ഈ ബയോളജി ക്ലാസ് അല്ലെങ്കിൽ ബയോസി മനസ്സിലാകും. സോ കൂടുതലും നമ്മൾ ഈ ഡ്രഗിന്റെ പൊട്ടൻസി, ഡ്രഗ് ഉപയോഗം പറ്റുമോ. ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് ഹ്യൂമനിൽ നമുക്ക് സ്റ്റഡി നടത്തുന്ന ഇച്ചിരി ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് വെറുതെ ഒരു ഗുളിക ഉണ്ടാക്കി അങ്ങ് കൊടുക്കാനൊന്നും പറ്റത്തില്ല. അതിനെപ്പറ്റി നമ്മൾ എന്താ ചെയ്യുക, ചിലപ്പം ഹ്യൂമൻ്റെ ടിഷ്യൂ ഒക്കെ റിസംബിൾ ചെയ്യുന്ന, ഇപ്പോൾ എക്സാമ്പിൾ ചിക്കൻ ഇല്ലിയം അല്ലെങ്കിൽ ഫ്രോഗിൻ്റെ ടിഷ്യൂ അല്ലെങ്കിൽ ഫ്രോഗിൻ്റെ ഓവറി അങ്ങനെയൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ട് നമ്മളതിലേക്ക് പഠിക്കും, മരുന്നൊക്കെ കൊടുത്ത് ഡ്രഗ് പൊട്ടൻസി പഠിക്കുന്നു. ഈ ഒരു രീതിയിലാണ് ഈ ബയോളജിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ബയോസി വർക്ക് ചെയ്യുന്നത്. സോ ഹോർമോൺസ്, ആൻറ്റിബയോട്ടിക്സ്, വൈറ്റമിൻസ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്.
സോ ടൈപ്പ് ഓഫ് ബയോസ് ഗ്രേഡഡ് ആൻഡ് ക്വാണ്ടൽ ഉണ്ട്. സോ നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ മതി, ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് ഇപ്പം അത്യാവശ്യമില്ല, കാര്യം ഇതൊക്കെ ഭയങ്കര അഡ്വാൻസ് ലെവലാണ്. ജസ്റ്റ് പ്രിൻസിപ്പളും ആപ്ലിക്കേഷനും മാത്രം നോക്കി വെച്ചാൽ മതിയായിരിക്കും കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് മെത്തേഡ് ഓഫ് എക്സ്പ്രസിങ് കോൺസെൻട്രേഷൻ ഇൻ അനാലിസിസ്. സോ നമ്മൾ എങ്ങനെയാണ് കോൺസെൻട്രേഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്, ഏത് രീതിയിലാണെന്നാണ് പറയാൻ പോകുന്നത്. നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ എക്സ്പ്രസ് ചെയ്യാൻ ഒരുപാട് മെത്തേഡ് ഉണ്ട്. എന്നാൽ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിലാണെങ്കിൽ, ഒന്നും കൂടെ പറയാം, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിലാണെങ്കിൽ സ്പെസിഫിക് ആയ കുറച്ച് എക്സ്പ്രഷൻസ് ഉണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് സൊല്യൂഷൻ കോൺസെൻട്രേഷൻ. എന്താണ് സൊല്യൂഷൻ കോൺസെൻട്രേഷൻ? പേര് പറയുന്ന പോലെ തന്നെ ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ അറിയുക എന്നുള്ളതാണ്. അപ്പം സൊല്യൂഷൻ റിക്വയർ എ സ്റ്റാൻഡേർഡ് ബേസിസ് ഫോർ കോൺസെൻട്രേഷൻ എക്സ്പ്രഷൻ. സോ നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ബേസിസിൽ ഒരു സൊല്യൂഷൻ നമുക്ക് അത്യാവശ്യമാണ്. നമുക്ക് വെറുതെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് വളരെ അത്യാവശ്യമാണ്. സോ കോൺസെൻട്രേഷൻ ക്യാൻ ഡിപ്പെൻഡ് ഓൺ ദ വെയ്റ്റ് റിലേഷൻഷിപ്പ് ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്. അതായത് എപ്പോഴും നമുക്ക് കോൺസെൻട്രേഷൻ നമ്മൾ പറയുന്നത് സൊല്യൂട്ട് സോൾവെന്റ് റിലേഷൻഷിപ്പ് വെച്ചിട്ടാണ്. അതായത് ഇപ്പോൾ ഇതൊരു ഫ്ലാസ്ക് ആണ്, ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അതിനകത്ത് ഞാൻ സോൾട്ട് ഇട്ടു, അപ്പോൾ സോൾവെന്റായി സൊല്യൂട്ടായി. അപ്പം ഇതിനകത്ത് ഈ സോൾവെന്റും സൊല്യൂട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടുത്തെ കോൺസെൻട്രേഷൻ പറയുന്നത്. 1 ml വെള്ളത്തിൽ 1 സ്പൂൺ ഉപ്പ് എന്ന് പറയുന്ന പോലെ. ഓക്കെ, സോ സൊല്യൂഷൻസ് നമ്മൾ ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ, ഡൈലൂട്ട് സൊല്യൂഷൻ. അപ്പോൾ കോൺസെൻട്രേറ്റ് സൊല്യൂഷൻസ് എന്താണ്? ഹൈ സൊല്യൂട്ട് കണ്ടന്റ്, അല്ലെങ്കിൽ സൊല്യൂട്ടിന്റെ കണ്ടന്റ് വളരെ കൂടുതലാണെന്നുള്ളതാണ്. ഇനി ഡൈലൂട്ട് സൊല്യൂഷൻ ആണെങ്കിലോ ലോ സൊല്യൂട്ട് കണ്ടന്റ്, അല്ലേ? ഇപ്പൊ കോൺസെൻട്രേറ്റ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് സൊല്യൂട്ടിന്റെ കണ്ടന്റ് വളരെ കൂടുതലാണ്. ഇനി ഡൈലൂട്ട് ആണെങ്കിലോ സൊല്യൂട്ടിന്റെ കണ്ടന്റ് വളരെ കുറവാണ് എന്നുള്ളതാണ്. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് എക്സ്പ്രസ് ചെയ്യുന്നത്. സോ മെത്തേഡ് ഓഫ് എക്സ്പ്രസിംഗ് കോൺസെൻട്രേഷൻ പറയുവാണെങ്കിൽ ഡിഫൈൻഡ് ആസ് നമ്പർ ഓഫ് ഇക്വലന്റ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. എന്താണ്? നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ ആണ്. ഫോർമുല കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കി വെക്കുക. പിന്നെ അതർ മെത്തേഡ്സ് ഉണ്ട്. ഇപ്പം നമുക്ക് ഈ സൊല്യൂഷൻ കോൺസെൻട്രേഷൻ മാത്രം നോക്കിയാൽ മതി കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് പേഴ്സൺ കോൺസെൻട്രേഷൻ ആണ്. സോ പേഴ്സൺ കോൺസെൻട്രേഷൻ റെഫർ ചെയ്യുന്നത് എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 100 പാർട്സ് ഓഫ് ദ സൊല്യൂഷൻ. കണ്ടോ, അതായത് 100 പാർട്സ് ഓഫ് സൊല്യൂഷനിൽ എത്രത്തോളം സൊല്യൂട്ട് ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ സൊല്യൂഷൻ നമ്മൾ 100 പാർട്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്താൽ അതിൽ എത്ര സൊല്യൂട്ട്സുകൾ ഉണ്ട് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് പോലെയാണ് എന്ത്, പേഴ്സൺ കോൺസെൻട്രേഷൻ നമ്മൾ പറയുന്നത്. സോ ഡിഫറെൻറ്റ് ഫോമിൽ പറയാം. സോ പെർസെൻറ്റേജ് വെയ്റ്റ് ബൈ വെയ്റ്റിൽ പറയാം, വെയ്റ്റ് ബൈ വെയ്റ്റ്. അതായത് എക്സ്പ്രസിംഗ് ദ കോൺസെൻട്രേഷൻ ഓഫ് സോളിഡ് സൊല്യൂട്ട് ഇൻ സോളിഡ് ഓർ ലിക്വിഡ് സൊല്യൂഷൻ. ഒന്നെങ്കിൽ സോളിഡിലോ അല്ലെങ്കിൽ ലിക്വിഡിലോ എത്രത്തോളം സോളിഡ്സ് ഉണ്ട്, അതാണ് എന്ത്, വെയ്റ്റ് ബൈ വെയ്റ്റ്. മറന്നു പോകരുത്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ ഫോമിൽ നോക്കാം. നെക്സ്റ്റ് വൺ ഈസ് പെർസെന്റ് വോളിയം ബൈ വോളിയം ആണ്. ഇവിടെ നമ്മൾ ലിക്വിഡ് സൊല്യൂട്ട് ലിക്വിഡ് സൊല്യൂഷനിൽ, ഇപ്പം ഇത് ലിക്വിഡാന്ന് വെച്ചോളൂ, ലിക്വിഡിനകത്തേക്ക് ഞാൻ ഉപ്പ് വെള്ളം തന്നെ ഒഴിക്കുന്നു, അതാണ് എന്ത്, ലിക്വിഡ് സൊല്യൂട്ട് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ. സോ അതാണ് എന്ത്, പെർസെന്റ് വോളിയം. സോ വി ബൈ വി. നെക്സ്റ്റ് വൺ ഈസ് പേഴ്സൺ വെയ്റ്റ് ബൈ വോളിയം ആണ്, വെയ്റ്റ് ഡിവൈഡ് ബൈ വോളിയം ആണ്. ഇവിടെ നമ്മൾ സൊല്യൂഷൻ എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത് സോളിഡ് സൊല്യൂട്ട്സ് ലിക്വിഡ് സോൾവെന്റിൽ. നമ്മൾ സാധാരണ ഉപ്പുവെള്ളം കലക്കുന്ന പോലെ എന്താണ്, നമ്മൾ സോളിഡ് ആയിട്ടുള്ള സൊല്യൂട്ട്സിൽ ലിക്വിഡ് സോൾവെന്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കലക്കുന്ന രീതി, പേഴ്സൺ വെയ്റ്റ് ബൈ വോളിയം. സോ ഇപ്പൊ കേൾക്കുമ്പോൾ കുറച്ച് ഒരു ഡൗട്ടും അല്ലെങ്കിൽ കൺഫ്യൂഷനും വരും, പക്ഷേ എളുപ്പമാണ് കേട്ടോ, വിചാരിക്കുമ്പോൾ അത്ര ടഫ് ഒന്നുമല്ല. ജസ്റ്റ് ആ ഫോമുലയും പഠിച്ചു വെക്കുക. എന്തുകൊണ്ട് അങ്ങനെ W/W വരുന്നു, എന്തുകൊണ്ട് V/V വരുന്നു, എന്തുകൊണ്ട് W/V വരുന്നു എന്നുള്ളത് മാത്രം മനസ്സിലാക്കി പഠിച്ചാൽ മതിയാകും. സോ നെക്സ്റ്റ് വൺ ഇസ് മോളർ കോൺസെൻട്രേഷൻ, മൊളാരിറ്റി ആണ്. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി +2 പഠിച്ചതാണ്. അപ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ എന്ത്, മൊളാരിറ്റി. നെക്സ്റ്റ് വൺ ഇസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി ആണ്. മൊളാരിറ്റിയിൽ എപ്പോഴും ടെമ്പറേച്ചർ ഒരു പ്രശ്നം തന്നെയാണ്. കാരണം എന്തുകൊണ്ടാണ്, നമ്മളിവിടെ വോളിയം ഓഫ് സൊല്യൂഷൻ ആണ് പറയുന്നത്. എന്താണ്, വോളിയം ഓഫ് സൊല്യൂഷൻ പറയുന്നത് കൊണ്ട് തന്നെ ടെമ്പറേച്ചർ എപ്പോഴും ഒരു പ്രശ്നം തന്നെയാണ്. കാരണം ടെമ്പറേച്ചർ വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം, ഇല്ലെങ്കിൽ കോൺട്രാക്ട് ചെയ്യാം എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഇസ് സ്മോളർ കോൺസെൻട്രേഷൻ ആണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻസ് ആണ്. ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നില്ല, അൺഅഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. കാര്യം എന്തുകൊണ്ടാണ്, മൊളാർ കോൺസെൻട്രേഷൻ, മൊളാരിറ്റി, ദാറ്റ് മീൻസ് മാസ് ആണ് നമുക്ക് അവിടെ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. മാസ് ഓഫ് ദ സോൾവെന്റ് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് സോൾവെന്റ്. സോ നമ്മൾ എന്താ പറഞ്ഞാൽ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് സോൾവെന്റ് ആണ്. അപ്പം മാസ് ആണ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് ടെമ്പറേച്ചർ ഒരു പ്രശ്നമല്ല. മറ്റേത് വോളിയം ആണ്.
അതുകൊണ്ട് ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ആവുന്നു. എളുപ്പമല്ലേ? എളുപ്പമാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഫോർമാലിറ്റി ആണ്. ഇവിടെ നമ്മൾ ഡിസോസിയേഷൻ ആണ് പറയുന്നത്. യൂസ് ഫോർ സബ്സ്റ്റൻസ് ദാറ്റ് ഡിസോസിയേറ്റ് ഇൻ ടു അയോൺസ്. അപ്പം സബ്സ്റ്റൻസ് അയോൺസുമായി ഡിസോസിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, ഫോർമാലിറ്റി പറയാം. സോ ഇൻസ്റ്റെഡ് ഓഫ് മോളിക്കുലർ വെയിറ്റ് ഫോർമുല വെയിറ്റ് ഇസ് യൂസ്ഡ്. ഇവിടെ നമ്മൾ എന്താണ് ഫോർമുല വെയിറ്റ് ഉപയോഗിക്കുന്നത്. F ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ ഫോർമുല വെയിറ്റ് ഇൻറ്റു വോളിയം ഓഫ് സൊല്യൂഷൻ, ഇങ്ങനെ ഉപയോഗിക്കുന്നത്. സോ മൊളാരിറ്റി പോലെ തന്നെ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ആണ് എന്ത് ഫോർമാലിറ്റിക്ക്. അപ്പോൾ ഒന്നും കൂടെ പറയാം, മൊളാരിറ്റി പോലെ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന പാർട്സ് പെർ മില്യൺ അല്ലെങ്കിൽ പാർട്സ് പെർ ബില്യൺ, മില്യൺ ആൻഡ് ബില്യൺ. ശ്രദ്ധിക്കണേ, PPM ആൻഡ് PPB ആണ്. സോ ഇവിടെ നമ്മൾ ഡൈലൂട്ട് സൊല്യൂഷൻ നമുക്ക് ഉപയോഗിക്കുന്ന രീതിയാണ് PPM. ഡൈലൂട്ട് സൊല്യൂഷൻ ഉപയോഗിക്കുന്ന രീതിയാണ് PPM. അതായത് to denote the mass of solute per million parts of a solution. So million parts of solutionൽ നമ്മൾ സൊല്യൂട്ടുകളുടെ മാസ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത് PPM. മറ്റേതാണെങ്കിലോ ബില്യണിലായിരിക്കും. ഡൈലൂട്ട് സൊല്യൂഷൻ പ്ലസ് ബില്യണിലായിരിക്കും യൂസ് ചെയ്യുക. എത്രയേ ഉള്ളൂ. സോ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 10⁻⁶. അതാണ് എന്ത് നമ്മുടെ PPMന്റെ ഫോർമുല വരുന്നത്. സോ കോമൺലി നമ്മൾ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് എന്ത് ഈ PPB എന്ന് പറയുന്നത് കേട്ടോ. എളുപ്പമാണ്. അപ്പോൾ ഈ ഫോർമുല പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ നോക്കാൻ പോകുന്ന ഇക്വലന്റ് വെയിറ്റിന്റെ റിയാക്ഷൻ ആണ്. സോ അതിൽ നമ്മൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നോക്കാൻ പോകുന്നത്. സോ ഒരൊറ്റ കാര്യം ആലോചിക്കുക, ഹൈഡ്രജൻ ഓർ ഹൈഡ്രോക്സിൽ അയൺ. ഇതാണ് നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ടത്. സോ ന്യൂട്രലൈസേഷൻ റിയാക്ഷനിലാണെന്നുണ്ടെങ്കിൽ ഇക്വലന്റ് വെയിറ്റ് ഓഫ് ആൻ ആസിഡ് ഓർ ബേസ്. സോ ആസിഡിന്റെയോ അല്ലെങ്കിൽ ബേസിന്റെയോ ഇക്വലന്റ് വെയിറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് കണ്ടെയ്നിങ് വൺ റിപ്ലേസബിൾ ഹൈഡ്രജൻ ഓർ ഹൈഡ്രോക്സിൽ അയൺ. നമുക്ക് റിപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഹൈഡ്രജനോ അല്ലെങ്കിൽ ഹൈഡ്രോക്സിൽ അയൺ ആയിട്ട് നമുക്ക് റിപ്ലേസ് ചെയ്യാൻ പറ്റുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ഇക്വലന്റ് വെയിറ്റ് ഓഫ് ആൻ ആസിഡ് അല്ലെങ്കിൽ ബേസ് എന്ന് പറയുക. സോ ആസിഡ് ആണെങ്കിൽ മോളിക്കുലർ വെയിറ്റ് ബൈ ബേസിറ്റി, ബേസ് ആണെങ്കിലോ മോളിക്കുലർ വെയിറ്റ് ബൈ ആസിഡിസിറ്റി. സോ കോംപ്ലക്സേഷൻ റിയാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇക്വലന്റ് വെയിറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ ദി അറ്റോമിക് വെയിറ്റ് ആൻഡ് ബാലൻസി ഓഫ് ദ അയൺ ഇൻവോൾവ്. സോ നമ്മൾ കോംപ്ലക്സേഷൻ റിയാക്ഷനിൽ ഇക്വലന്റ് വെയിറ്റ് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അറ്റോമിക് വെയിറ്റും ബാലൻസിയും, ഏത് അയൺ ആണോ ഇവിടെ റിയാക്ഷനിൽ ഉൾപ്പെടുന്നത് അതിന്റെ അറ്റോമിക് വെയിറ്റും ബാലൻസിയും. മറ്റേതാണെങ്കിലോ അവിടെ ഹൈഡ്രജൻ ഓർ ഹൈഡ്രോക്സിൽ അയൺ, ഇവിടെ ആണെങ്കിലോ ബാലൻസി ആൻഡ് അയൺ ഇൻവോൾവ്. സോ നെക്സ്റ്റ് വൺ ഇസ് പ്രെസിപ്പിറ്റേഷൻ റിയാക്ഷൻ ആണ്. അവിടെ ഇക്വലന്റ് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മോളിക്കുലർ വെയിറ്റ് ഡിവൈഡ് ബൈ ബാലൻസി ഓഫ് റിയാക്ടിങ് അയോൺസ് ആണ്. അതും അങ്ങനെ തന്നെയാണ് കേട്ടോ. സോ നിങ്ങൾ മറന്നു പോകരുത്. സോ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമ്മൾ പറയുന്ന ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ ആണ്. അതിന് മുന്നേ ഫോർമുല നോക്കാം. ഇക്വലന്റ് വെയിറ്റ് ഈസ് ഈക്വൽ ടു മോളിക്കുലർ വെയിറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ. ഇതാണ് എന്ത് ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കേണ്ടത്. സോ ഇവിടെ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ റെഡോക്സ് റിയാക്ഷൻ ആണ്. ഇവിടെ 1.0078 ഗ്രാം ഓഫ് ഹൈഡ്രജനോ അല്ലെങ്കിൽ 8 ഗ്രാം ഓഫ് ഓക്സിജനോ അതുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ എന്ന് പറയുക. സോ ഇക്വലന്റ് വെയിറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദ വെയിറ്റ് ഓഫ് substance that react with or containing in the hydrogen or oxygen. So ion electron balance method പറയാം. ഇവിടെ നമ്മൾ എന്താണ് ബാലൻസിങ് ആണ്, ബാലൻസിങ് പാർഷ്യൽ ഇക്വേഷൻ. എന്താണ് നമ്മൾ ചെയ്യുന്നത്, ബാലൻസിങ് പാർഷ്യൽ ഇക്വേഷൻ ഓഫ് ഫോർ ഓക്സിഡേഷൻ റിഡക്ഷൻ. നമ്മൾ ഓക്സിഡേഷന്റെയും റിഡക്ഷന്റെയും എന്ത് ചെയ്യുന്നു, നമ്മൾ പാർഷ്യൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യുകയും അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും. അതിനാണ് ഈ ഫോർമുല നമ്മൾ ഉപയോഗിക്കുന്നത്. സോ നെക്സ്റ്റ് വൺ ഇസ് ഓക്സിഡേഷൻ നമ്പർ ആണ്. എന്താ ഓക്സിഡേഷൻ നമ്പർ? ഓക്സിഡേഷൻ നമ്പർ ചേഞ്ചസ് ഹെൽപ്പ് ഡിറ്റർമൈൻ ദ വെയിറ്റ് ഇൻവോൾവ് ഇൻ ഓക്സിഡേഷൻ റിഡക്ഷൻ. ഓക്സിഡേഷനിലോ റിഡക്ഷനിലോ വെയിറ്റ് ഇൻവോൾവ് ആണ്, അതിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുന്ന ഹെൽപ്പ് ചെയ്യുന്ന ഡിറ്റർമൈനിങ് വാല്യൂ ആണ് എന്ത്, ഓക്സിഡേഷൻ നമ്പർ. ഓക്സിഡേഷൻ നമ്പർ ചേഞ്ചസ് ഹെൽപ്പ് ഡിറ്റർമൈൻ ദ വെയിറ്റ് ഇൻവോൾവ് ഇൻ ഓക്സിഡേഷൻ റിഡക്ഷൻ. ഓക്സിഡേഷനിലോ റിഡക്ഷനിലോ വെയിറ്റ് ഇൻവോൾവ് എത്രത്തോളം ആണെന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി ഓക്സിഡേഷൻ നമ്പർ ചേഞ്ചസ് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായല്ലോ അല്ലേ? നമ്മൾ പറയാൻ പോകുന്ന ടൈറ്റർ ആണ്. അപ്പൊ ടൈറ്റർ ഞാൻ പറഞ്ഞല്ലേ. സോ ടൈറ്റർ എന്താണ്, കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ ആണ്. എന്താണ് ടൈറ്റർ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ ആണ്. എവിടെ, ക്വാളിറ്റേറ്റീവ് അനാലിസിസിലാണ് നമ്മൾ ചെയ്യുന്നത്. കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ ഇൻ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എസ്പെഷ്യലി ഇൻ വോളിമെട്രിക് മെത്തേഡ്. സോ വോളിമെട്രിക് മെത്തേഡിലാണ് കൂടുതലായി ടൈറ്റർ എന്ന് പറയുന്ന വേർഡ് നമ്മൾ യൂസ് ചെയ്യുക. സോ ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് വെയിറ്റ് ഓഫ് എ സ്പെസിഫിക് സബ്സ്റ്റൻസ് ദാറ്റ് റിയാക്ട് വിത്ത് സൊല്യൂഷൻ 1 ml സൊല്യൂഷൻ. സോ എന്താണ് 1 ml സൊല്യൂഷനിൽ അല്ലെങ്കിൽ 1 ml സൊല്യൂട്ട് 1 ml സൊല്യൂഷനിൽ എന്ത് ചെയ്യുന്നു, സ്പെസിഫിക് സബ്സ്റ്റൻസുമായിട്ട് റിയാക്ട് ചെയ്യുന്നതാണ് നമ്മൾ പറയുന്നത്. ഇറ്റ് റെപ്രസെന്റ് ദ വെയിറ്റ് ഓഫ് എ സ്പെസിഫിക് സബ്സ്റ്റൻസ് ദാറ്റ് റിയാക്ട് വിത്ത് സൊല്യൂട്ട്. കണ്ടോ, സ്പെസിഫിക് സബ്സ്റ്റൻസ് റിയാക്ട് വിത്ത് സൊല്യൂട്ട് ഇൻ 1 ml ഓഫ് സൊല്യൂഷൻ. സോ സൊല്യൂട്ടും സബ്സ്റ്റൻസും റിയാക്ട് ചെയ്യുന്നു എവിടെ, 1 ml ഓഫ് സൊല്യൂഷനിൽ.
സോ ടൈറ്ററിന്റെ ഫോർമുല N ഇൻറ്റു ഇക്വലന്റ് വെയിറ്റ് നമുക്ക് പറയാം. സോ N ഈസ് ഈക്വൽ ടു നോർമാലിറ്റി ഓഫ് സൊല്യൂഷൻ. സോ ഇക്വലന്റ് വെയിറ്റ് പറയുവാണെങ്കിലോ ദ ഇക്വലന്റ് വെയിറ്റ് ഓഫ് ദ സബ്സ്റ്റൻസ് ഇൻവോൾവ് ഇൻ ദ റിയാക്ഷൻ നോട്ട് ദ സൊല്യൂട്ട്. സോ എന്താണ് ഇവിടെ സൊല്യൂട്ടിനെ അല്ല നമ്മൾ ഇക്വലന്റ് വെയിറ്റ് എന്ന് പറയാം, നമ്മുടെ ഏത് സബ്സ്റ്റൻസ് ആണോ യൂസ് ചെയ്യുന്നത് അതിനാണ് നമ്മൾ പറയുക. ഞാൻ പറഞ്ഞില്ലേ വെയിറ്റ് ഓഫ് ദ സബ്സ്റ്റൻസ്. സോ സബ്സ്റ്റൻസ് ലെറ്റ് ബി എക്സ് റിയാക്ട് വിത്ത് ദ സൊല്യൂട്ട് ഇൻ 1 ml സൊല്യൂഷൻ. സോ സൊല്യൂഷനിലുള്ള സൊല്യൂട്ട് 1 ml സൊല്യൂഷനിലുള്ള സൊല്യൂട്ടുമായിട്ട് ഈ സബ്സ്റ്റൻസ് റിയാക്ട് ചെയ്യുന്നു. ഇതിനാണ് നമ്മൾ എന്ത് പറയുക, ലൈക്ക് ടൈറ്റർ പറയാം. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ് എന്ന് പറഞ്ഞ സബ്സ്റ്റൻസിനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അല്ലാണ്ട് സൊല്യൂട്ടിനെ അല്ല. സോ ക്യാരക്ടേഴ്സ് പറയുവാണെങ്കിൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ആണ്. സോ ടൈറ്റർ വാല്യൂ എപ്പോഴും എന്ത് ചെയ്യാൻ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ആണ്. സോ വോളിയം ആയതുകൊണ്ട് തന്നെ മാറിക്കൊണ്ടേയിരിക്കാം എന്നുള്ളതാണ്. അത് നിങ്ങൾ വായിച്ച് മാത്രം പോയാൽ മതി കേട്ടോ. സോ ആപ്ലിക്കേഷൻ പറയുവാണെങ്കിൽ വോളിയോമെട്രിക് ടൈട്രേഷൻ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം അനലൈറ്റ് ഒക്കെ ഉപയോഗിച്ചു എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ അറിയാൻ വേണ്ടി നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കുക. സോ ടൈറ്റർ ആണ് ഇത്, ബേസിക് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്, നമുക്ക് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ടൈറ്റർ എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. സോ പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ്. എന്താ പ്രൈമറി സ്റ്റാൻഡേർഡ്, എന്താ സെക്കൻഡറി സ്റ്റാൻഡേർഡ്? സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ അറിയണം. സൊല്യൂഷൻ ഓഫ് ആക്യുറേറ്റ്ലി നോൺ കോൺസെൻട്രേഷൻ യൂസ്ഡ് ഫോർ ടൈട്രേഷൻ ആർ കോൾഡ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. നമുക്ക് അറിയുന്ന കോൺസെൻട്രേഷൻ എത്രയാണ് അല്ലെങ്കിൽ എത്രത്തോളം പ്യുവർ ആണ് എന്നൊക്കെ നമുക്ക് അറിയുന്ന കോൺസെൻട്രേഷൻ ആക്യുറേറ്റ്ലി ഉപയോഗിക്കുന്ന സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുക, സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറയാം. These solutions are preparing using high pure reagent dissolve and dilute to non-volatile. നമുക്ക് അറിയുന്ന രീതിയിൽ ഹൈലി പ്യുവർ ആയിട്ടുള്ളത് ഡിസോൾവ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്ന സൊല്യൂഷൻ ആണ് എന്ത്, സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. സോ പ്രൈമറി സ്റ്റാൻഡേർഡ്സ് എന്താണ്? സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഇൻ ഹൈലി പ്യുവർ ആൻഡ് ക്രിസ്റ്റലൈൻ ഫോം ആൻഡ് യൂസ് ടു പ്രിപ്പയർ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഹൈലി പ്യുവർ സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസ് ആണ് നമ്മൾ എന്ത് പറയുക, പ്രൈമറി സ്റ്റാൻഡേർഡ് എന്ന് പറയാം. സോ നമ്മൾ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹൈലി പ്രൈമറി സ്റ്റാൻഡേർഡ്സിനെയാണ്, അല്ലെങ്കിൽ നമ്മൾ ഹൈലി ഉപയോഗിക്കുന്ന പ്യുവർ ആയ സബ്സ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയുക, സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ പ്രൈമറി സ്റ്റാൻഡേർഡ് എന്ന് പറയാം. സോ ആക്യുറേറ്റ്ലി വെയിറ്റ് ചെയ്ത് നമ്മൾ സ്റ്റാൻഡേർഡ് സൊല്യൂഷനിൽ നമ്മൾ അൺനോൺ സ്ട്രെങ്ത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, കലക്കിയെടുക്കുകയാണ് ചെയ്യുക. ആക്യുറേറ്റ്ലി വെയ്ഡ് എമൗണ്ട് ഓഫ് ദീസ് ആർ യൂസ് ടു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഓഫ് അൺനോൺ സ്ട്രെങ്ത്. സോ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ആസിഡ് ബേസ് ടൈട്രേഷൻ, സോഡിയം കാർബണേറ്റ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, താലൈറ്റ്, ഓക്സാലിക് ആസിഡ്. സോ അതുപോലെ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് വായിച്ചാൽ മതിയായിരിക്കും കേട്ടോ. സോ പ്രോപ്പർട്ടീസ് ഓഫ് പ്രൈമറി സ്റ്റാൻഡേർഡ്സ് ആണ്, ഹൈലി പ്യൂർ ആണ്, സ്റ്റേബിൾ ആണ്, ഹൈ ഈക്വലന്റ് വെയിറ്റ് ആണ്, ആൻഡ് സോഷ്യോമെട്രിക് റിയാക്ഷൻസ് ഉണ്ട്, നോ ഹൈഡ്രേഷൻ വാട്ടർ, റെഡിലി സോലബിൾ ആണ്. ഇത് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി, അത്ര വലിയ കാര്യമായിട്ട് നോക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് മാത്രം നോക്കിപ്പോയാൽ മതി. So secondary standard, substance used for standardization whose concentration is determined by comparison with primary standard. നമ്മുടെ കയ്യിലുള്ള പ്രൈമറി സ്റ്റാൻഡേർഡ്സുമായിട്ട് നമ്മൾ എന്തെങ്കിലും കമ്പയർ ചെയ്യുവാണ് ഇവിടെ ചെയ്യുക, സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ്. സോ ഹൂസ് കോൺസെൻട്രേഷൻ ഇസ് ഡിറ്റർമൈൻ. സോ ഇതിന്റെ കോൺസെൻട്രേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, പ്രൈമറി സ്റ്റാൻഡേർഡ്സുമായിട്ട് കമ്പയർ ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അതിന്റെ കോൺസെൻട്രേഷൻ ഡിറ്റർമൈൻ ചെയ്യാം. എക്സാമ്പിൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ് സെക്കൻഡറി സ്റ്റാൻഡേർഡ്, ബിക്കോസ് ഇറ്റ്സ് ഹൈഗ്രോസ്കോപ്പിക് ആയതുകൊണ്ട് സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ് ആണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് കൺസിഡർ ചെയ്യുക. ആൻഡ് കോൺസെൻട്രേഷൻ ചേഞ്ചസ് ഓവർ ടൈം, സമയം മാറുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു, അത് കോൺസെൻട്രേഷൻ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണ് സെക്കൻഡറി സ്റ്റാൻഡേർഡ് കൺസിഡർ ചെയ്യുക. അപ്പം വേണമെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ ചോദിക്കാം ഏതാണ് എക്സാമ്പിൾ ഫോർ സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ്, KMnO4. എന്തുകൊണ്ടാണ്, ഇറ്റ്സ് ഹൈഗ്രോസ്കോപ്പിക്, ടൈം മാറുന്നതനുസരിച്ച് കോൺസെൻട്രേഷൻ മാറിക്കൊണ്ടേയിരിക്കാം. പ്രോപ്പർട്ടീസ് ആണെങ്കിൽ മേ നോട്ട് ബി അവൈലബിൾ ഇൻ പ്യൂർ ഫോമിൽ കിട്ടണം നിർബന്ധമില്ല. സോ അതിൽ മേ റിയാക്ട് വിത്ത് ഇമ്പ്യൂരിറ്റീസ് ഓർ ഓർഗാനിക് മാറ്റർ ഇൻ വാട്ടർ. സോ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകാം, ഓർഗാനിക് മാറ്റേഴ്സ് ഇൻ വാട്ടർ ഉണ്ടാകാം, അൺസ്റ്റേബിൾ ആണ്, ആൻഡ് കോൺസെൻട്രേഷൻ മാറിക്കൊണ്ടേയിരിക്കാം. അതുകൊണ്ടാണല്ലോ സെക്കൻഡറി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. സോ ഡ്രൈയിങ് ഈസ് ഡിഫിക്കൽട്ട് ആണ്, കാര്യം ലോ ഫ്യൂഷൻ പോയിന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫിക്കൽട്ടാണ് ഡ്രൈ ചെയ്യാൻ വേണ്ടി. റിയാക്ഷൻ റാപ്പിഡ് ആയിരിക്കില്ല, അല്ലെങ്കിൽ സോഷ്യോമെട്രിക് ആയിരിക്കില്ല. സോ പലരും അങ്ങനെയല്ലോ, നമുക്ക് ഭയങ്കര നല്ലതാണല്ലേ, ഹൈ പ്യൂർ ആണ്, സ്റ്റേബിൾ ആണ്, ഹൈ ഈക്വലന്റ് വെയിറ്റ് ഉണ്ട്, സോഷ്യോമെട്രിക് ആണ്. കാര്യം റിയാക്ട് റാപ്പിഡ്ലി ആൻഡ് കംപ്ലീറ്റ്ലി വിത്ത് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് സൊല്യൂഷനായിട്ട് റിയാക്ട് ചെയ്യും, കംപ്ലീറ്റ്ലി റാപ്പിഡ്ലി റിയാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല. ആൻഡ് നോ ഹൈഡ്രേഷൻ വാട്ടർ, പ്രിവെന്റ് ചേഞ്ച് ഇൻ കമ്പോഷൻ ഡ്യൂ ടു ഹ്യൂമിഡിറ്റിയിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും നഷ്ടമൊന്നും പോകത്തില്ല, സ്റ്റേബിൾ ആണ് എന്നുള്ളത്. അതുപോലെ കേട്ടോ. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആണ് സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ്. സോ നെക്സ്റ്റ് വൺ ഇസ് വോളിയോമെട്രിക് അനാലിസിസ്. എന്താ വോളിയോമെട്രിക് അനാലിസിസ്? ഓൾസോ നോൺ ആസ് ടൈട്രിമെട്രിക് അനാലിസിസ്. നമ്മൾ വോളിയോമെട്രിക് അനാലിസിസ് നമ്മൾ എന്താ പറയാറുണ്ട്, ടൈട്രിമെട്രിക് അനാലിസിസ് എന്ന് പറയാറുണ്ട്. ഇറ്റ് ഇൻവോൾവ് ഡിറ്റർമിനേഷൻ ദ വോളിയം ഓഫ് എ സൊല്യൂഷൻ റിക്വയർഡ് ടു റിയാക്ട് വിത്ത് അനദർ സൊല്യൂഷൻ. ഇവിടെ എന്താ ചെയ്യുന്നത്, നമ്മൾ ഈ ഡിറ്റർമൈനിങ് ദ വോളിയം ഓഫ് എ സൊല്യൂഷൻ. എന്താണ് വോളിയം ഓഫ് എ സൊല്യൂഷൻ റിക്വയർഡ് ടു റിയാക്ട്. സോ ഒരു വോളിയം ഓഫ് സൊല്യൂഷൻ റിക്വയർഡ് ടു റിയാക്ട് വിത്ത് അനദർ സൊല്യൂഷൻ. രണ്ട് സൊല്യൂഷൻ ഉണ്ട്. സോ വോളിയം ഓഫ് എ സൊല്യൂഷൻ റിയാക്ട് വിത്ത് അനദർ. ഓക്കെ, ഈ ഒരു പോയിന്റ് മനസ്സിലാക്കി വെക്കുക.
സോ ടൈട്രന്റ്, ടൈട്രേറ്റ്, ഇൻഡിക്കേറ്റർ, ഇക്വലന്റ് പോയിന്റ്, എൻ പോയിന്റ്, ടൈട്രേഷൻ എറർ, ഇത്രയും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ആവശ്യമുണ്ട്. എന്താ ടൈട്രന്റ്? സൊല്യൂഷൻ ഓഫ് എ നോൺ കോൺസെൻട്രേഷൻ, ഞാൻ ഓൾറെഡി പറഞ്ഞു, ബ്യൂററ്റിൽ എടുക്കുകയാണ് ചെയ്യുക. ടൈട്രേറ്റോ ദ സബ്സ്റ്റൻസ് ടു ബി അനലൈസ്ഡ്, എവിടെയാണ്? കോണിക്കൽ ഫ്ലാസ്കുകൾ. കോണിക്കൽ ഫ്ലാസ്കിൽ എടുക്കുന്നത് എപ്പോഴും അനലൈറ്റ് ആണ്, നമുക്ക് അറിയേണ്ടതാണ്, നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നതാണ്. മറ്റു നമുക്ക് അറിയുന്ന കോൺസെൻട്രേഷൻ ആണ് ബ്യൂററ്റിനകത്ത് കേട്ടോ. സോ ഇൻഡിക്കേറ്റർ എന്താണ്? നമുക്ക് എൻ പോയിന്റ് കാണിച്ചു തരുന്നതാണ് ഇൻഡിക്കേറ്റർ. ഇക്വലന്റ് പോയിന്റോ ദ പോയിന്റ് വേർ ദ റിയാക്ഷൻ ബിറ്റ്വീൻ ടൈട്രൻ ആൻഡ് ടൈട്രേറ്റ് ഈസ് കംപ്ലീറ്റ്. സോ ഇത് ടൈട്രന്റ് ആണ്, ഇത് ടൈട്രേറ്റ് ആണെങ്കിൽ ഒരു പോയിന്റ് എത്തുമ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് വരുന്നൊരു പോയിന്റ് ഉണ്ട്, അതാണ് എന്ത്? നമ്മൾ ഇക്വലന്റ് പോയിന്റ്. അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു? റിയാക്ഷനും കംപ്ലീറ്റ് ആകുന്നു. ടൈട്രൻറ്റും ടൈട്രൻ നമ്മളുടെ റിയാക്ഷൻ കംപ്ലീറ്റ് ആകുന്നു. ഇനി എൻ പോയിന്റ് എന്താണ്? എൻ പോയിന്റ് ഇൻഡിക്കേറ്റ് ബൈ ഫിസിക്കൽ ചേഞ്ച്, ഒരു കളർ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് നമ്മൾ അറിയിക്കും ഇത് തീർന്നു, ഇനി ഇങ്ങോട്ട് റിയാക്ഷൻ ഇല്ല, എൻ പോയിന്റ് ആണ് കേട്ടോ. സോ ടൈട്രേഷൻ എറർ ആണെങ്കിലോ ചെറിയ സ്മോൾ ഡിഫറൻസ് വരും. തിയററ്റിക്കൽ ഇക്വലന്റ് പോയിന്റിലും നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന എൻ പോയിന്റ് തമ്മിൽ ചെറിയൊരു ഡിഫറൻസ്, ചെറിയ മൈന്യൂട്ട് എററിനെ നമ്മൾ തിയററ്റിക്കൽ എറർ എന്ന് പറയാം കേട്ടോ. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് വോളിമെട്രിക് മെത്തേഡ്, ഞാനിത് ഓൾറെഡി പഠിപ്പിച്ചതാണ്, പറഞ്ഞതാണ്, നിങ്ങൾ വായിച്ചാൽ മതി. സോ പോയിന്റ്സ് ടു കൺസിഡർ ഫോർ വോളിമെട്രിക് അനാലിസിസ്, നമ്മൾ എന്താ കൺസിഡർ ചെയ്യണം? ടൈട്രൻ ആൻഡ് ടൈട്രേറ്റ് ഷുഡ് റിയാക്ട് കംപ്ലീറ്റ്ലി ആൻഡ് വിത്തൗട്ട് ഇന്റർഫിയറൻസ്, നമ്മൾ ഒരു ഇന്റർഫിയറൻസും ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് റിയാക്ഷൻ നിർബന്ധമായും നടന്നുകൊണ്ടേയിരിക്കണം. ദ റിയാക്ഷൻ ഷുഡ് കംപ്ലീറ്റ്ലി ക്വിക്ക്ലി, സോ നമ്മൾ പെട്ടെന്ന് നടക്കണം റിയാക്ഷൻ, കാര്യം ഒറ്റ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ റിയാക്ഷൻ നടന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് തീർക്കണം. നോ സൈഡ് റിയാക്ഷൻ ടു ഡോക്കേഴ്സ്, വേറെ റിയാക്ഷൻസോ കാര്യങ്ങളോ ഒന്നും നടക്കാൻ പാടില്ല, കാര്യം ആ റിയാക്ഷൻ നമ്മുടെ റിയാക്ഷനെ ഇന്റർഫിയർ ചെയ്യും. ഇൻഡിക്കേറ്റേഴ്സ് മസ്റ്റ് പ്രൊഡ്യൂസ് ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് ഷാർപ്പ് എൻ പോയിന്റ് ചേഞ്ച്, സോ ഇൻഡിക്കേറ്റർ പ്രോപ്പർ ആയിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള ഒരു എൻ പോയിന്റ് നമുക്ക് തരണം. ദ റിയാക്ഷൻ ഷുഡ് അലൈൻ വെൽ വിത്ത് ദ ചൂസൺ മെത്തഡ് ഓഫ് അനാലിസിസ്, നമ്മൾ ചെയ്യുന്ന ഏത് മെത്തഡോളജിയാണോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡിൽ നമുക്ക് എൻ പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിൽ അത് തരണം എന്നുള്ളതാണ്. ഇത്രയും പോയിന്റ്സ് നമ്മൾ വോളിമെട്രിക് അനാലിസിസ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യാറുണ്ട്. നമ്മൾ ഓരോ കോമ്പൗണ്ട്സ് ആയിട്ട് നോക്കാൻ പോവാണ്. ദ ഫസ്റ്റ് വൺ ഈസ് സോഡിയം ഹൈഡ്രോക്സൈഡ്, NaOH ആണ്. സോ പ്രിപ്പറേഷൻ ഓഫ് N/10 NaOH സൊല്യൂഷൻ ആണ്. സോ മോളിക്കുലർ വെയിറ്റ് 40, ഇക്വലന്റ് വെയിറ്റ് 40, പറ്റുവാണെങ്കിൽ പഠിച്ചു വെക്കാം. നമുക്ക് എമൗണ്ട് റിക്വയർഡ് പറയുവാണെങ്കിൽ 4 gram ഓഫ് NaOH ഡിസോൾവ് ഇൻ ഡിസ്റ്റിൽഡ് വാട്ടർ ടു പ്രിപ്പയർ 1 liter ഓഫ് NaOH ആണ്. അപ്പോൾ നമുക്ക് 1 liter NaOH പ്രിപ്പയർ ചെയ്യണമെങ്കിൽ N/10 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? 4 gram ഓഫ് NaOH നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടറിൽ നമ്മൾ നന്നായിട്ട് കലക്കുക. സോ വെയിറ്റ് 4 gram ഓഫ് NaOH, നമ്മൾ 4 gram ഓഫ് NaOH ഇടണം, കാരണം പെട്ടെന്ന് ചെയ്യണം, ഇത് ഹൈഗ്രോസ്കോപ്പിക് ആണ്. എന്നിട്ട് നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടറിൽ നമ്മൾ നന്നായി ഡിസോൾവ് ചെയ്യുക, അത് 1 liter വോളിമെട്രിക് ഫ്ലാസ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, കൂൾ ചെയ്യുക, മാർക്ക് വരെ ഡൈല്യൂട്ട് ചെയ്യുക, നന്നായിട്ട് ഷേക്ക് ചെയ്യുക. സോ സ്റ്റാൻഡേർഡൈസിങ് പറയുവാണെങ്കിൽ ടൈട്രന്റ് ആണെങ്കിൽ N/10 NaOH സൊല്യൂഷൻ, ടൈട്രേറ്റ് ആണെങ്കിൽ N/10 ഓക്സാലിക് ആസിഡ് 10 ml. സോ ഇൻഡിക്കേറ്റർ ഫിനോഫ്താലിനാണ്. സോ നമ്മൾ സ്റ്റാൻഡേർഡൈസേഷൻ ചെയ്യാൻ പോവാണ് കേട്ടോ, നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ സ്റ്റാൻഡേർഡൈസേഷൻ ചെയ്യാൻ പോവാണ്. സോ 2-3 ഡ്രോപ്പ് ഫിനോഫ്താലിന് ടു ഓക്സാലിക് ആസിഡിനെ കോണിക്കൽ ഫ്ലാസ്ക്. സോ ഓക്സാലിക് ആസിഡും ഫിനോഫ്താലിനും കോണിക്കൽ ഫ്ലാസ്കിൽ എടുക്കുക, ടൈട്രന്റിൽ NaOH വെക്കുക. സോ പെയിൽ പിങ്ക് എൻ പോയിന്റ് കിട്ടുന്നത് വരെ നമ്മൾ ചെയ്യുക. പിന്നെ ഫോർമുല N1V1 = N2V2 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? NaOHനെ നോർമാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇത് ഞാൻ ജസ്റ്റ് ബ്രീഫായിട്ടേ കൊടുത്തിട്ടുള്ളൂ, നിങ്ങൾ എഴുതുമ്പോൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തെഴുതുക. ഇത്രയും കാര്യം നിർബന്ധമായിട്ട് നിങ്ങൾ എഴുതിയിരിക്കണം. സോ NaOHന്റെ ആണ് കേട്ടോ. സോ സൾഫ്യൂരിക് ആസിഡ് ആണ് H2SO4. സോ പ്രൊസീജിയർ പറയുവാണെങ്കിൽ 2.74 ml ഓഫ് H2SO4 ഡിസ്റ്റിൽഡ് വാട്ടറിലേക്ക് നമ്മൾ കുറച്ച് എമൗണ്ടിൽ ആഡ് ചെയ്യുക. പിന്നെ 1 liter വോളിമെട്രിക് ഫ്ലാസ്കിലേക്ക് മാറ്റുക, മാർക്ക് വരെ ഡൈല്യൂട്ട് ചെയ്യുക, ഷേക്ക് ചെയ്യുക. ടൈട്രന്റ് H2SO4ഉം ടൈട്രേറ്റ് Na2CO3 10 ml ആണ്. ഇൻഡിക്കേറ്റർ മീഥൈൽ ഓറഞ്ച് അല്ലെങ്കിൽ മിക്സഡ് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് കളർ കിട്ടുന്നത് വരെ, സോ കളർ കിട്ടുന്നത് നമ്മൾ ടൈട്രേറ്റ് ചെയ്യുക, റീഡിങ്സ് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇത്രയുമാണ് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്. ഇനിയുള്ളതെല്ലാം എളുപ്പമാണ്, പെട്ടെന്ന് തീരും. ഇനി ഓക്സാലിക് ആസിഡ് ആണ്. സോ 6.3 gram ഡിസോൾവ് ചെയ്യുക, 1 liter ഓഫ് ഡിസ്റ്റിൽഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുക. സോ 6.3 gram ഓഫ് ഓക്സാലിക് ആസിഡ് വെയ് ചെയ്യുക. ഡിസ്റ്റിൽഡ് വാട്ടർ 1 liter വോളിമെട്രിക് ഫ്ലാസ്കിലേക്ക് നമ്മൾ ഡിസോൾവ് ചെയ്യുക, ഷേക്ക് വെൽ ചെയ്യുക, മാർക്ക് വരെ ഡൈല്യൂട്ട് ചെയ്യുക. ഇത് നമ്മൾ ഓക്സാലിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ആണ്, KMnO4 ആണ്. സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ് ആണ്, മറന്നു പോകരുത്. 3.2 gram ഡിസോൾവ് ചെയ്യുക 1 liter ഓഫ് ഡിസ്റ്റിൽഡ് വാട്ടറിൽ. സോ എന്ത് ചെയ്യുക? നമ്മൾ ചെയ്തതിന് ശേഷം 10 മുതൽ 15 മിനിറ്റ് വരെ ബോയിൽ ചെയ്യുക, തിളപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ കുറച്ച് ദിവസം നമ്മൾ വെച്ചിരിക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഗ്ലാസ് വൂൾ ഫിൽട്ടർ വെച്ചിട്ട് നമ്മൾ ഫിൽട്ടർ ചെയ്യുക. ടൈട്രന്റ് KMnO4 ആണ്, ഓക്സാലിക് ആസിഡ് ടൈട്രേറ്റ്. 5 ml ഡൈലൂട്ട് H2SO4 എടുക്കുക. നമ്മൾ 60 മുതൽ 70 ഡിഗ്രി വരെ നമ്മൾ ചെറുതായിട്ട് ചൂടാക്കുക. ടൈട്രൻ അണ്ടിലെ ലൈറ്റ് പിങ്ക് എൻ പോയിന്റ് ഈസ് ഒബ്സർവ്ഡ്. ലൈറ്റ് പിങ്ക് കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക? ടൈട്രേറ്റ് ചെയ്യുക. ഫോർമുല N1V1 = N2V2 ആണ്.
സോ നമ്മൾ എന്ത് ചെയ്യുക, KMNO-ന്റെ സ്ട്രെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇതൊക്കെ നമുക്ക് സെയിം ആണ് കേട്ടോ, ഏകദേശം സെയിം തന്നെയായിട്ടാണ് പോകുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഓൾറെഡി പൊട്ടാസ്യം പെർമാംഗനേറ്റ് തന്നെ ഒരു സെൽഫ് ഇൻഡിക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റിന് ഒരു ഇൻഡിക്കേറ്റർ അല്ലേ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് സെൽഫ് ഇൻഡിക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്തോളും കേട്ടോ. ഇത്രയേ ഉള്ളൂ. സോ നെക്സ്റ്റ് വൺ ഇസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. സോ എന്താണ്, 8.1774 ml ഓഫ് കോൺസെൻട്രേറ്റ് HCl 1 ലിറ്റർ ഡിസ്റ്റിൽഡ് വാട്ടറിൽ ആഡ് ചെയ്യുക. ഇതാണ് പ്രൊസീജിയർ. സോ ടൈട്രന്റ് NaOH ആണ്, ടൈട്രേറ്റ് HCl ആണ്. സോ ഫിനോഫ്താലിനാണ് എന്ത് ഇൻഡിക്കേറ്റർ. സോ 3 drops ഓഫ് ഫിനോഫ്താലിൻ എന്ത് ചെയ്യുക, 2 HCl-ലേക്ക് ആഡ് ചെയ്യുക. സോ ടൈട്രേറ്റ് ചെയ്യേണ്ടത് NaOH വെച്ചിട്ടാണ്. ഒരു പേൽ പിങ്ക് എൻ പോയിന്റ് കിട്ടുന്ന വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കാം. ഇതും എളുപ്പമാണ്. സോ നെക്സ്റ്റ് ആണ് സോഡിയം തയോസൾഫേറ്റ് ആണ്. സോ 24.8 gram ഡിസോൾവ് ചെയ്യുക, 1 ലിറ്ററിൽ ചെയ്യുക. പ്രീവിയസ്ലി ബോയിൽഡും കൂൾഡും ഡിസ്റ്റിൽഡ് വാട്ടറിൽ വേണം നമ്മൾ ചെയ്യാം കേട്ടോ. സോ 24.8 gram ഡിസോൾവ് ഇൻ 1 liter ഓഫ് പ്രീവിയസ്ലി ബോയിൽഡ് ആൻഡ് കൂൾഡ് ഡിസ്റ്റിൽഡ് വാട്ടർ ആണ്. സോ നമ്മൾ 24.8 gram ഓഫ് സോഡിയം തയോസൾഫേറ്റ് വേ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഡിസോൾവ് ചെയ്ത് ഒരു ഡാർക്ക് ബോട്ടിൽ വേണം വെക്കാൻ. ഏതാണ്? ഡാർക്ക് ബോട്ടിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. സ്റ്റാൻഡേർഡേഷൻ പറയുവാണെങ്കിൽ സോഡിയം തയോസൾഫേറ്റ് ആണ് ടൈട്രന്റ്, ടൈട്രേറ്റ് പൊട്ടാസ്യം ഡൈക്രോമാറ്റ് സൊല്യൂഷൻ ആണ്, ഇൻഡിക്കേറ്റർ സ്റ്റാർട്ട് സൊല്യൂഷൻ ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, സോഡിയം തയോസൾഫേറ്റിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സ്റ്റാർട്ട് സൊല്യൂഷൻ ഉപയോഗിക്കുന്നത് കേട്ടോ. 5 ml കോൺസെൻട്രേറ്റ് HCl 15 ml പൊട്ടാസ്യം അയോഡൈഡ് സൊല്യൂഷൻ ടു ഡൈക്രോമാറ്റിൽ ആഡ് ചെയ്യുക. പിന്നെ നമ്മളൊരു 5 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡാർക്ക് ഏരിയയിൽ സ്റ്റാൻഡ് ചെയ്യാൻ വെക്കുക. പിന്നെ നമ്മൾ ടൈട്രേറ്റ് വിത്ത് തയോസൾഫേറ്റ് അണ്ടിൽ ബ്ലൂ കളർ ചേഞ്ച് ടു ഗ്രീൻ. ഇവിടെ ബ്ലൂ കളർ ഗ്രീനിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ളത് എങ്ങനെയാണ്, നമ്മൾ ആ കളർ കാണുകയോ അല്ലെങ്കിൽ കളർ നഷ്ടപ്പെട്ടു പോവുകയോ ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല, ബ്ലൂ മാറി ഗ്രീൻ ആയിട്ട് വരണം. അതുവരെ നമ്മൾ എൻ പോയിന്റ് ആണ് എന്നുള്ളതാണ്. സോ എളുപ്പമാണ്. ലാസ്റ്റ് ഈ കോമ്പൗണ്ട്സുകളെ പറ്റി പഠിക്കേണ്ടതും അതെങ്ങനെ പ്രൊസീജിയർ എന്നുള്ളതും അതിന്റെ സ്റ്റാൻഡേർഡൈസേഷൻ എങ്ങനെ നിങ്ങൾ നോക്കി വെക്കുക, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. എളുപ്പമാണ്, കുറച്ചൊരു കൺഫ്യൂഷൻ വരും, പക്ഷേ ഭയങ്കര എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. നിങ്ങളൊന്ന് വായിച്ച് ക്ലാസ്സും കേട്ട് വായിക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.